അകലങ്ങൾ എന്നൊരു കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. നാടില്ലാത്തവളെ, എനിക്കറിയാം അറബി അക്ഷരങ്ങൾ പോലുള്ള ഈ ചുരുൾമുടിയുടെ രഹസ്യം. ഇതിൽ നീ ഒളിപ്പിക്കുന്നു നിന്റെ മുറിഞ്ഞ ഫലസ്തീനി വേരുകൾ. വീടില്ലാത്തവളെ, എനിക്കറിയാം നിന്റെ കരിമ്പ് പോലെ നീണ്ട കാലുകളുടെ രഹസ്യം. അത് നിറയെ സ്വന്തം വീടന്വേഷിച്ചുള്ള നടത്തങ്ങളുടെ കഴയ്ക്കുന്ന ഓർമ്മകളാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ ഫലസ്തീനിയൻ കവി അസ്മ അസൈസയ്ക്കായി സമർപ്പിച്ച ഒരു കവിതയാണിത്. ഒലിവ് മരങ്ങൾക്ക് പകരം കഴുമരങ്ങൾ വരയ്ക്കുന്ന കുട്ടികളെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ രക്തം പുരണ്ട തെരുവുകളെക്കുറിച്ചും ഈ കവിതയിൽ പറയുന്നുണ്ട്. ബെയ്റൂട്ടിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു തിയേറ്ററിൽ ഒരിക്കലും കളിക്കാനിടയില്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്ന ഒരുവരുടെ ചിത്രം ഈ കവിതയിൽ കാണാം. ശരീരത്തിലെ മുറിവുകളിൽ നിന്നൊലിക്കുന്ന ചോര തീർക്കുന്ന ഇല്ലാത്തൊരു നാടിൻ്റെ ഭൂപടത്തെ വേദനയോടുകൂടി വായനക്കാർക്കും കവിതയുടെ വരികളിൽ കണ്ടെത്താൻ സാധിക്കും. ഒടുവിൽ ഈ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് സിഗരറ്റ് പുക കൊണ്ട് വായുവിൽ ശരീരവും ബോംബും തമ്മിലുള്ള അകലം അടയാളപ്പെടുത്തുന്നു. സിഗരറ്റ് പുക കൊണ്ട് ശരീരവും ബോംബും തമ്മിലുള്ള അകലം അടയാളപ്പെടുത്തുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തിലൂടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. അത് നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഒരു കോണിൽ മനുഷ്യർ നിസ്സഹായരായി പിടഞ്ഞു മരിക്കുമ്പോൾ അവർക്ക് ശരീരവും ബോംബും തമ്മിൽ അകലങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം. ലോകത്തിൻ്റെ മറുകോണിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന നിസ്സഹായതയുടെ ലാഘവത്വത്തിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്കും അവർക്കുമിടയിലുള്ള അകലം എത്രയാണ് എന്ന ചോദ്യം കൂടി ഈ ദിനങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. ജൂൺ 19 വായനാ ദിനം.